ഹായ് ഓൾ, എല്ലാവർക്കും സൈലന്റ് ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്, നമുക്കറിയാം കേരള ദേവസ്വം ബോർഡിലേക്ക് കുറച്ച് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരിലേക്ക് ജോലി സാധ്യതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്, അതിന് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പറയാനായിട്ട് ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. നോക്കി, അത് വരുന്നത് വർക്ക് സൂപ്രണ്ട് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കി, 022/2025 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. നമുക്ക് കേരള PSC പോലെ തന്നെയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ബോർഡാണ്. നമുക്ക് ഈ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നത് ധാരാളം നമുക്ക് കേരള ദേവസ്വത്തിന്റെ കീഴിൽ വരുന്ന ധാരാളം ക്ഷേത്രത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നോക്കിയ തസ്തികകളിലേക്കുള്ള ജോലികൾ കൃത്യമായിട്ട് തന്നെ നികത്തപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് തസ്തികയുടെ പേര് പറയുന്നത് വർക്ക് സൂപ്രണ്ട് ആണ്. അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്നത് വർക്ക് സൂപ്രണ്ടിന്റെ 10 ഒഴിവുകളിലേക്കാണ്, അതായത് ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിലേക്ക് 10 ഒഴിവുകളിലേക്കാണ് എന്ത് ചെയ്തത്, വർക്ക് സൂപ്രണ്ട് എന്ന് പറയുന്ന തസ്തികയിലേക്ക് നോക്കി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 26,500 തൊട്ട് 26,500 തൊട്ട് 60,700 വരെയാണ് അതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. കൂടാതെ അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കി, കേരള സർക്കാർ അംഗീകരിച്ച സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഡിപ്ലോമ സിവിലുള്ള ആൾക്കാർക്ക് ഓക്കെ നല്ലൊരു ജോലി തന്നെയാണ് ഇവിടെ കിട്ടാനായിട്ട് പോകുന്നത്. 26,500 മുതൽ 60,700 വരെയാണ് അതിന്റെ ശമ്പള സ്കെയിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നിലവിലുള്ള ഒഴിവ് എന്ന് പറയുന്നത് 10 ആണ്. 10 ഒഴിവിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇനി നോക്കി, ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒരു വർഷം വരെ അതിന്റെ റാങ്ക് ലിസ്റ്റിനെ നോക്കി നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിന്റെ ഒരു കാലയളവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൂടാതെ നോക്കിയാൽ അതിൽ തന്നെ നമുക്കറിയാം അത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം, മിനിമം ഒരു വർഷം കിട്ടും. ഇനി അതിന്റെ ഇടയിൽ നോക്കി ഇതേ തസ്തികയിലേക്ക് വീണ്ടും എക്സാം നടത്തി അവിടെ നമുക്കൊരു റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ നോക്കി കാലാവധി കഴിയുകയുണ്ടാവുക. അതുവരെ നോക്കി 3 വർഷം വരെ നമുക്ക് കേരള PSC പോലെ തന്നെയാണ് 3 വർഷം വരെയും നമുക്ക് എന്തുണ്ട്, ആ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അപ്പോൾ നിലവിലുള്ള ഒഴിവ് എന്ന് പറയുന്നത് 10 ആണ്. നോക്കി, ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് തന്നെയാണ്, നമുക്ക് കേരള PSC പോലെ തന്നെയാണ് ഇവിടെയും റിക്രൂട്ട്മെന്റ് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് പ്രായപരിധിയൊക്കെ സെയിം തന്നെയാണ്. 20-36 വരെയാണ്. നമുക്ക് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് നോക്കി പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും അതുപോലെ തന്നെ നോക്കി കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം ഇവിടെ ബാക്കിയുള്ള വരുന്ന എല്ലാ തരത്തിലുള്ള ഏജ് റിലാക്സേഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് നോക്കി, നമുക്ക് എല്ലാവർക്കും അതുപോലെ കേരള PSCയിലേക്ക് വരുമ്പോൾ നമുക്ക് പരീക്ഷ ഫീസ് വരുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ നോക്കി 500 രൂപയാണ് നമുക്കിവിടെ പരീക്ഷാ ഫീസ് വരുന്നത് ഈ ഒരു തസ്തികയിലേക്ക് വരുന്നത്. അത് SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 250, ST ഉള്ളവർക്കും 250 തന്നെ, OBC ഉള്ളവർക്ക് 500 ആയിരിക്കും. ജനറൽ ആൾക്കാർക്കും അതുപോലെ തന്നെ EWS ഉള്ള ആൾക്കാർക്കും 500 രൂപ തന്നെയാണ് അതിന്റെ ഫീസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് നോക്കി ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നമുക്കറിയാം. നോക്കി, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ സൈറ്റ് ആയിട്ട് www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ അപേക്ഷ നോക്കി അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഇത് കഴിഞ്ഞ തവണ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഇതിലൊരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിന്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതുവരെ നമുക്ക് അതിലൊരു അക്കൗണ്ട് എടുത്തിട്ടില്ല, മീൻസ് അതിലേക്ക് നമ്മൾ ഒരു അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വൺ ടൈം ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ആ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നോക്കിയേ, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 28/4/2025 നോക്കി അർദ്ധരാത്രി 12 മണി വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വെബ്സൈറ്റ് ഒന്നും കൂടെ പറയാം, www.kdrb.kerala.gov.in എന്ന് പറയുന്നതാണ് നമ്മുടെ അപേക്ഷ സമർപ്പിക്കേണ്ട നോക്കി ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഗൂഗിളിൽ കൃത്യമായി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറി അത് നോക്കി ആപ്ലിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ അടുത്ത നോക്കി പ്ലംബർ എന്ന തസ്തികയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. അതിന്റെ കാറ്റഗറി നമ്പർ 008/2025 ആണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ആ ഒരു തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ളത്. 25,100 മുതൽ 67,900 വരെയാണ് അതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. അതിന് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC വേണം. അതിന്റെ കൂടെ തന്നെ ITI ITC പ്ലംബർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ തത്തുല്യ യോഗ്യതയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷമായിരിക്കും നമുക്ക് അതിന്റെ കാലാവധി ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ നോക്കി അവർ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ 3 വർഷം വരെ നമുക്ക് അതിന് എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക.
ഓക്കെ. ഇതിന്റെ പ്രായപരിധി വരുന്നത് 18-36 തന്നെ. ഏജ് റിലാക്സേഷൻ നമുക്ക് നോർമൽ ഉള്ളതുപോലെ തന്നെ ഉണ്ടാവും. ഇവിടെ പരീക്ഷാ ഫീസിൽ ചെറിയൊരു ഇളവ് വരുന്നുണ്ട്. 300 രൂപയാണ് വരുന്നത്. SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 150 വരും, 150 രൂപ വരും. OBC EWC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് 300 രൂപയാണ് ഇതിന്റെ ഫീസ് വരുന്നുണ്ടാവുക. ഓക്കെ. ബാക്കി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ വർക്ക് സൂപ്രണ്ടിന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൽ കയറുക, അതിൽ തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നുള്ള ആ ഒരു ലിങ്കിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ പറയുന്നത് 012/2025 അസിസ്റ്റന്റ് ലൈൻമാൻ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. അതും ഗുരുവായൂർ ദേവസ്വം തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. 26,500 മുതൽ 60,700 വരെയുള്ളതാണ് അതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SSLC അല്ലെങ്കിൽ THLCയിലുള്ള തത്തുല്യമായിട്ടുള്ള യോഗ്യത വേണം. വയർമാൻ ഓർ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് ചോദിച്ചിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം നോക്കിയാൽ കാണാം 16 ആണ് അല്ലെ. നമുക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് ഒരുപാട് വേക്കൻസികൾ നമുക്ക് ഇനി ഈ വർഷം വരാൻ പോകുന്നുണ്ട്. ഒരുപാട് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ എക്സാമിന് കൃത്യമായി പഠിക്കുന്ന ആൾക്കാർക്ക് കുറെ ചാൻസുകളാണ് നമുക്ക് മുന്നിലേക്ക് കിട്ടുക അല്ലെ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി ഈ വർഷം തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പ്രായപരിധി നേരത്തെ പറഞ്ഞ പോലെ 20-36 തന്നെ. ഏജ് റിലാക്സേഷൻ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. നോക്കിയാൽ ഇതിന്റെ ഫീസ് വരുന്നത് 400 ആണ് നമുക്ക് വരുന്നത്. അതിൽ തന്നെ 200 രൂപ SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും OBC ഉള്ളവർക്കും EWC ആൾക്കാർക്കും 400 രൂപയാണ് വരുന്നത്. നമുക്ക് ആ ഒരു നമ്മളെ വെബ്സൈറ്റിൽ നോക്കി കയറി കഴിഞ്ഞാൽ നമ്മളെ വെബ് പോർട്ടലിലുള്ള ആ പേയ്മെന്റ് ഗേറ്റ് വഴി നമുക്കത് ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു ഫീസ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് സൂപ്രണ്ട് ആയാലും എല്ലാത്തിലും നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറുക, നിങ്ങളെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് നോക്കി ആ ലിങ്കിൽ കയറിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ആ പ്രൊഫൈല് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻ വരുന്നത് ഡയറക്റ്റ് നമുക്കറിയാം. ഓക്കെ, കേരള ആ ഒരു ക്ഷേത്ര ആചാരങ്ങളൊക്കെ പരിപാലിക്കുന്ന ആൾക്കാരിലുള്ള ഹിന്ദുക്കൾക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഈ ഒരു രീതിയിലുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫീസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളതാണല്ലേ ആദ്യത്തെ കാര്യം. അപ്പോൾ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ വർഷം തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.